Latest CD, new CD. Quick, quick, fast.哎，帮我呀，快快，也帮我！啊啊！我天哪！啊！ഞാൻ അങ്ങ് ഇത്你这都蠢猪！你让我把工作和钱全丢了，现在让我怎么办？你别长眼睛，这么骑自行车。Why police coming?少说话！我所有的钱都在这包里面呢，现在让我怎么办？赶紧离我远点 Why angry? I love China. You fool, fool! 让他休息半个小时，你让我跟到我去看一下别的病人。行了，我可以做的。他说的老先。好。കുറച്ചു നേരം ഇങ്ങനെ കിടന്നാ മതി, ഒക്കെ ശരിയായിക്കോളൂ. നിങ്ങൾ മലയാളിയാ? അതെ. ഗൾഫിൽ പകുതി നമ്മളെ ആൾക്കാരല്ലേ. എന്താ മോളുടെ പേര്? മായ. നാട്ടിലെവിടെയാ? കണ്ണൂരിനടുത്താ. ഞാൻ ചെമ്മണ്ണൂരാ. ആണോ? എന്റെ വീടും അതിനടുത്ത് തന്നെയാ. ചേർക്കരയിലെ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ബാലെന്ന് പറയുന്ന ആളറിയോ? പിന്നെ എന്റെ അച്ഛനാ. ആണോ? ആ, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ബാലമാഷല്ലേ? അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലും ഒക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. എന്താ കാര്യമേ, മാർക്കറ്റിൽ നിന്റെ തലയിൽ ആരെങ്കിലും ബോംബിട്ടാ? ബോംബാ? ഇത് മിസൈലല്ലേ മിസൈല്. പച്ചക്കറിക്കും മീനിനൊക്കെ എന്താ വിലക്കയറ്റം. എങ്കിൽ യുദ്ധം കഴിയുന്നവരെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോയിക്കോളാം. വില കുറയൊന്നും എനിക്കൊന്ന് നോക്കണല്ലോ. മാമ, നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി. നടു അനക്കരുത്. ഡിസ്ക്. ഇവിടുത്തെ പർച്ചേസും മാനേജ്മെന്റും ഞാൻ നോക്കി നടത്തി കണക്ക് കൃത്യമായിട്ട് വൈകുന്നേരം റൂമിൽ എത്തിക്കുമല്ലോ. ഞാനിവിടെ ഉണ്ടായിട്ട് തന്നെ പെട്ടി കാശ് കാണുന്നില്ല. ഇന്ന് മുതൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ മൂന്നും കാശ് എഴുതാ മതി. എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല. എങ്കിൽ ഇന്ന് മുതൽ അത് ശീലിക്കണം. എന്താ? ഇന്നലെ കേറി വന്ന ഏതോ ഒരുത്തൻ, അതും പടച്ചോനെ പേടിയില്ലാത്ത കാവറായ ഒരുത്തരത്തിനെ പണപ്പെട്ട് ഏൽപ്പിക്കണം. സ്വന്തം മോളിലെ പുയ്യാപ്പള, അതും ഒന്നാം തരം കൗമ വീടുണ്ടായിട്ടും ഒരു നിലം വിലയില്ല. കൗമും കാഫറും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് രണ്ടും അല്ലാത്തൊരു ജാതിയുണ്ട്, മുനാഫിക്ക്. കപട വിശ്വാസി എന്ന് മലയാളത്തിൽ പറയും. മുകുന്ദൻ ഒരു ദൈവത്തിലും വിശ്വാസമില്ല. പക്ഷെ പടച്ചോനെ നിരക്കാത്തതൊന്നും ഓൻ ചെയ്യാറില്ല. മുകുന്ദ, ഇവിടെ വന്നിരിക്കെ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം. വാന്ന് ഇവിടെ ഇരിക്കേന്ന് അവിടെ ഇരി. ഞാനിപ്പോ വരാം. എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ, പണിസ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിട്ടത് ഞാൻ. ആ എന്നോട് ഒരക്ഷരം പോലും പറയാതെ ഒരു ദിവസം എങ്ങോട്ടോ പോയി. എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചതറിയോ? എന്തിനിത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു? എല്ലാം എനിക്ക് മനസ്സിലായി. കുഞ്ഞുണ്ണി മുതലാളിയുടെ തുകൽ ഫാക്ടറിക്കെതിരെ സമരം ചെയ്തതിന് ഇവിടെ വിളിച്ചു വരുത്തി പ്രതികാരം അല്ലേ?
ചൈനയിലോ ക്യൂബയിലോ പോവാമെന്ന് ഞാൻ പറഞ്ഞതാണ്. സമ്മതിച്ചില്ല. ദുബായിൽ നിറച്ച് പണം കായ്ക്കുന്ന പനയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇത്രയും കാലം ഒരു പനയും ഞാൻ കണ്ടില്ല. ഇനി കരുടനും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഏത് കുഞ്ഞുണ്ണി മുതലാളി? ലേബർ സപ്ലൈ ഉടമസ്ഥൻ കുഞ്ഞുണ്ണി മുതലാളി. അയാളുടെ തുകൽ ഫാക്ടറിയല്ലേ ഞങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചത്. അതെ, എനിക്കൊരു കുഞ്ഞുണ്ണി മുതലാളിനെ അറിയില്ല. നാട്ടിലെ നിങ്ങളുടെ ഇഷ്യൂസും അറിയില്ല. മുകുന്ദൻ ആകെ കടത്തിലാണ്. എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കല്ലിക്കണ്ടി ഹനീഫി ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അവനാ അത് ഏർപ്പാടാക്കിയത്. ഇനി വേറെന്തെങ്കിലും പണി വേണോ പറ, ഞാൻ ശരിയാക്കി തരാം. എനിക്ക് നിന്റെ പണിയും വേണ്ട, നിന്നെ കാണുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ മൂന്തട്ടിന്റെ കാര്യങ്ങൾ അമ്മാവൻ എന്നെയല്ലേ വിളിച്ചന്വേഷിക്കുന്നത്? ബാങ്കിലെ കുടിശ്ശിക തീർക്കണ്ടേ? മാസാമാസം നക്കാപ്പിച്ചയച്ച കടലിൽ കായം കലക്കണ പോലെ ആവുള്ളൂ. അമ്മാവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എന്റെ കുറി ചേർക്കാന്ന്. അതാവുമ്പോ ഒന്നിച്ച് വലിയൊരു തുക അടയ്ക്കാലോ. അങ്ങനെ എനിക്ക് ചിട്ടി ചേരണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അബ്ദുള്ള കാട് ചോദിക്കേ, അയാളുണ്ടല്ലോ എന്റെ ചിട്ടിയില്. വീട്ടിലെ ഞാൻ വയറർച്ചി തിന്നേം കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോ കയ്യില് കാശ് തികയില്ലെന്ന. ഇത് ഇവിടെ വരുന്ന എല്ലാ അലവലാദികളുടെയും സ്ഥിരം തട്ടിപ്പാ.我把钱丢了，已经2天没吃东西了，过一段时间再给。 അയ്യോടാ, അവളുടെ കാശൊക്കെ പോയി. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കി കാശ് പിന്നെ കൊണ്ടുതരാന്നാ പറയണേ. അതാണോ കാര്യം? കരിമേ, ഇവളുടെ കാശ് ഞാൻ എന്റെ പറ്റിൽ എഴുതിക്കോളാം. ഇതാരും തന്റെ അമ്മാവന്റെ മോളാ. യു മണി ഐ ഗിവ്, ബട്ട് യു ചൈനീസ് ടേക്കിംഗ് കൊക്കക്കോള? നോ നോ. 钱你应该给我，变成现在这个样子都是因为你。നിക്കട്ടോ നിക്കട്ടോ, ഞാൻ പറയട്ടെ. എന്താ അവൾ എന്നെ പറ്റി പറഞ്ഞത്? നിങ്ങൾ അവളെ ഈ ഗതിയിലാക്കിയെന്നാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് അത് ഒപ്പിച്ചോ? അയ്യോ, അത് അവളുടെ തെറ്റിദ്ധാരണയാണ്. നിനക്ക് ചൈനീസ് അറിയാല്ലേ? ഒന്ന് അവൾ വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവളോട് പറയണം. അതൊക്കെ ഞാൻ പറയാം, പക്ഷെ എന്റെ ചിട്ടിയുടെ കാര്യം അതൊക്കെ ശരിയാക്കാം. നീ ചെന്ന് വിളിക്കടാ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരക്കായത് കൊണ്ട് ഇന്നോ നാളെയോ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കേ. ചൈനീസ് സഖാക്കൾ ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ വിദഗ്ധമായിട്ടാണ്. ശരിയാ, ഭക്ഷണം ആദ്യമായിട്ട് കാണാൻ തോന്നുന്നുണ്ട്. നല്ല സ്പീഡ്. അത് പറയരുത്. സമയം ഒട്ടും പാഴാക്കാനില്ലാത്തത് കൊണ്ടാണ് ആ ധൃതി. അതെ. അതെ, ഞാൻ ആ കുറിപ്പുസ്തകം കൊണ്ടുവന്നുണ്ട്. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഒപ്പിച്ച എന്നാ പേന. ഓക്കേ, ഡൺ. ആ പ്രശ്നം തീർന്നല്ലോ. ഇനി നീ വിഷയത്തിലേക്ക് കിടക്ക്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാം. അതായത് ചൈനയിലെ കമ്മ്യൂണിസം എവിടം വരെ എത്തി? ഉടനെ തന്നെ അമേരിക്കയെ പിന്നിലാക്കോ എന്ന് ചോദിക്കേ. ചോദിക്ക്. 转过下午5点的时候，美国几点？早上5点。 5 കൊല്ലം കൊണ്ട് പിന്നിലാക്കുന്നാണോ? അതെ, 5 കൊല്ലം കൊണ്ട് ചൈന അമേരിക്കയെ പിന്നിലാക്കും എന്നാണ് പറഞ്ഞത്. ഈ വർഗീയ ശക്തികളെ തുരത്താൻ വേണ്ടി കേന്ദ്രത്തിൽ സെൻട്രൽ ഈ ആജന്മ ശത്രുക്കളായ കോൺഗ്രസിനെ ഞങ്ങൾ പുറത്തുനിന്ന് ഔട്ട്സൈഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് മാത്രം. അതുകൊണ്ട് ചൈനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലല്ലോ. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? ഓ, ആയിക്കോട്ടെ. 我听说中国人蛀虫是真的吗？ 是的，我非常喜欢吃蠕虫，是干净的。蛇、蝎子、蚂蚁、蜈蚣，还有很多，都非常好吃。ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്താ പറഞ്ഞത്? അതായത് മലയാളി കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവക്ക് കാണാപ്പാടാ. സഖാക്കൾ AKG, EMS, കൃഷ്ണപിള്ള, നായനാര് ഇവരൊക്കെ ഇവളുടെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന്. ഇറ്റ് ഈസ് you know അച്യുതാനന്ദൻ. ഓപ്പോസിഷൻ you know പിണറായി. ഈ എനിമീസ് വിചാരിക്കുന്നത് പോലെ അവര് തമ്മിൽ നോ പ്രോബ്ലം. ഗുഡ് ഫ്രണ്ട്സ്. നോ പ്രോബ്ലം. No problem, good friends. ഗുഡ് ഫ്രണ്ട്സ്.
എത്രയായി? 25. Get out! You cheat! Idiot! Trying to fool me? Sorry, madam. No rent, no room. Get lost. Go. What? No room? No cry. Come. ഇതൊരു ചൈനക്കാരിയാണ്. വാടക കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഇറക്കി വിട്ടു. മായ വിചാരിച്ചാൽ ഇവൾക്കൊരു താമസ സ്ഥലം. മായയുടെ അച്ഛൻ ബാലന്മാഷ് വലത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് റഷ്യയോടായിരിക്കും കൂടുതൽ ചായ്വ് എന്നറിയാം. എന്നാലും ചൈനയും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് ഓർക്കണം. മുകുന്ദേട്ടനും ഈ ചൈനക്കാരിയും തമ്മിൽ എന്താ ബന്ധം? അത് പുരാതന കാലം മുതൽ ചൈനയും കേരളവുമായിട്ട് ബന്ധമുണ്ടല്ലോ. ചീനച്ചട്ടി, ചീനവല. അതുകൊണ്ടൊന്നുമില്ല, ഒന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. തൽക്കാലം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഈ കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ. ആ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാലമാഷ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ്, ഡോക്ടർ മായ, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വാടക ഇത്തിരി കൂടുതലാ. വാടക എത്രയായാലും ഞാൻ തരും. ആദ്യ കുട്ടിയെ സംഗതികൾ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കൂ. വേറെ ആരുമില്ല ഇവൾക്ക്. 你叫什么名字？署名。别再出门，我给你找住的地方，没关系。木棍灯会付钱的。真的吗？真的吗？谢谢谢谢谢谢谢谢谢谢。处处装满爱。 处处装满爱，处处装满爱。അപ്പോ എല്ലാം പറഞ്ഞ പോലെ കടയിൽ ആളില്ല. ഹലോ, മനസ്സിലായി. നമ്മുടെ മായ സിസ്റ്ററാ. ഹലോ മായ. ആ മുകുന്ദേട്ടാ, സീരിയസ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ ചൈനീസ് അകാവ് ഒന്ന് വീണു. ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാനും ഇതാ ഇപ്പോഴൊന്ന് വീണതേ ഉള്ളൂ. ആ കുട്ടി ഇപ്പോഴാണോ വീണത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വീണത്. ഇത് ഇന്നലെയാ. ഓ, രാവിലെ നോക്കിയപ്പോ കുറച്ച് നീര് കണ്ടു. ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാ. കൊഴപ്പൊന്നുമില്ല, ചെറിയ ചതവേ ഉള്ളൂ. ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞങ്ങൾ ആ ക്രീക്കിന്റെ സൈഡിലുള്ള റോഡിലാ, റൂമിലേക്ക് പോകുന്ന വഴി. മുകുന്ദേട്ടനെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഒരു കാര്യം ചെയ്യൂ, അവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഏയ് വേണ്ട, മുകുന്ദേട്ടൻ വരണമെന്നില്ല. വരണമെന്നുണ്ട്, ഞാൻ വരാം. വരും. എന്തുപറ്റി മുകുന്ദേട്ടാ? ഭയങ്കര ഒരു ആക്സിഡന്റ്. ഞാൻ ഇപ്പൊ. ആക്സിഡന്റോ? എവിടെ? അതൊക്കെ വന്നിട്ട് പറയാം. അയ്യോ, കൈ. എന്താ പറ്റിയത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യു ഫോൾ, ഐ മോർണിംഗ് ഫോൾ, വെരി പെയിൻ. നല്ല വേദന ഉണ്ടോ എന്ന് ചോദിക്കുമായേ. ഞാൻ ഫോണിൽ പറഞ്ഞതല്ലേ പേടിക്കാനൊന്നും ഇല്ലാന്ന്. പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ? ചൈനക്ക് എന്തെങ്കിലും അപകടം പറ്റിയ കേരളത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോ ഇതൊരു ഇന്റർനാഷണൽ ആശങ്കയാണല്ലേ? ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇത്ര ബന്ധം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്ത് സ്വപ്നം? അത് വേറൊരു സ്വപ്നം. ഈ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോരേണ്ടി വന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്ത് വാങ്ങാൻ? അല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതൊക്കെയല്ലേ അതിന്റെ മര്യാദ. ഞാൻ പോയി കുറച്ച് ആപ്പിൾ ഓറഞ്ചോ കൊണ്ടുവരാം. അയ്യോ, ഒന്നും വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് മുകുന്ദേട്ടൻ വാങ്ങിച്ചെന്നത് പറയാം. അതായാലും മതി. ഈ നാട്ടിൽ നിന്ന് വേലം വൈദ്യരുടെ പഞ്ചജീരക ഗുഡം വരുത്തിച്ചു കൊടുത്താലോ?
എന്താ ഉദ്ദേശം? പഞ്ചജീരകൂടം വളരെ നല്ലതാണ് ഒടിവിനും ചതവിനും. അതല്ല ഞാൻ ചോദിച്ചത്. വരണ്ടാന്ന് പറഞ്ഞിട്ടും ഓടിക്കതച്ച് വന്നത് എന്തിന്? അത് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, ഞാൻ പറഞ്ഞോളാം. ഞാൻ ആപ്പിൾ വാങ്ങിയിട്ട് വരട്ടെ? ആപ്പിൾ അവിടെ നിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. മുകുന്ദേട്ടന്റെ ഉള്ളിലിരിപ്പ് ഞാൻ ഇവളോട് പറയട്ടെ? അയ്യോ വേണ്ട. പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഞാനത് നേരിട്ട് പറഞ്ഞോളാം. അതാണല്ലോ അതിന്റെ ഒരു സുഖം. മുകുന്ദേട്ടന് ഏത് ഭാഷയിലാ പറയാൻ പോണേ? അത് പിന്നെ അത് പറയാനുള്ള ചൈനീസ് ഭാഷ മായ എനിക്ക് പഠിപ്പിച്ചു തന്നാ മതി. എനിക്ക് ജോലിക്ക് പോകാൻ സമയായി. ഒമൻ സോബ. നമ്പ്യ സാറേ, സിദ്ധാർത്ഥൻ വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ, വേഗം വാ. കണ്ടില്ലേ, എന്റെ കോട്ട് ഉണങ്ങിയിട്ടില്ല. ഹോ, ഇവിടെ ആരെ കാണിക്കാനാ സാറേ? വാ, ഈ പ്രാവശ്യം ഭാഗ്യം സാറിനായിരിക്കും. എനിക്കോ ചിട്ടിയോ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? അല്ല, ആരിത്? ഇക്കണ്ട കാലം കൂടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ പാവം കോട്ടോടൊക്കെ കണ്ണീർ വാർക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ പിരിഞ്ഞിരിക്കണത്. സിബീഷേ, നറുക്ക് നീ എടുക്ക്. എന്റെ നറുക്കെന്നെ എടുക്കണ്ട മോനെ. മൂന്നാമത്തോളുടെ പുയ്യാപ്പിളക്ക് അറിയൊരുക്കാൻ ഫ്രിഡ്ജും ടിവിയും ഫോറിൻ തന്നെ വേണമെന്നാ ഡിമാൻഡ്. കൂട്ടത്തിൽ ഇത്തിരി നിറം കുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്ക് എനിക്ക് വീണാൽ 2ാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരിക്കും. ഈശ്വര, കണ്ടോ ആരാണോ ഭാഗ്യവാൻ? ആർക്കാ? മുകുന്ദേട്ടനാ. നന്നായി. കൂട്ടത്തിൽ അത്യാവശ്യേ മൂന്നിന് തന്നെയാ. ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിരിച്ചെത്തിക്കാം. ഇക്ക വെറുതെ ബേജാറാവണ്ടാ. നിക്കായ് കമ്പനിയുടെ പുതിയ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ടിവിയാ ഫ്രിഡ്ജാ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോറിനില്ലാതെ പോയി അവിടെ പിണങ്ങണ്ട.